ഈജിപ്റ്റ് ഹോളിഡേയ്സിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണിത്. ഫ്ലൈറ്റിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളായിട്ടാണ് ആദ്യമേ ഇത് തുടങ്ങുന്നത്. കാരണം ഫ്ലൈറ്റിലിരുന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ നൈൽ അതൊഴുകുന്ന ഈജിപ്റ്റിലൂടെയാണ്. അന്നേരം നൈലിൻ്റെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും വെച്ച് നൈൽ കാണാൻ പറ്റിയെങ്കിലും ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കെയ്റോ നഗരം അത് കാണാനായിട്ട് എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര രസമായിരുന്നു ഫ്ലൈറ്റിൽ നിന്നുള്ള ഒരു കാഴ്ച. ഓരോ സെക്കൻഡും ഞാൻ ഇരുന്ന് എൻജോയ് ചെയ്തിരുന്ന് കണ്ടു. കുറച്ച് നേരത്തേക്ക് നമുക്കിത് കാണാനായിട്ട് കഴിയുള്ളൂ, പിന്നെ അങ്ങ് പെട്ടെന്ന് ലാൻഡ് ചെയ്യും. പിന്നെ പിരമിഡ് ആസ് പെർ ദ പ്ലാൻ നമുക്ക് ഡേ 1 പിരമിഡ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്ന് എനിക്ക് ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പിരമിഡ് കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ബാഗേജ് എല്ലാം ക്ലെയിം ചെയ്തു. എയർപോർട്ട് ഇതാണ്, നമ്മൾ എക്സിറ്റ് ചെയ്തു, ഇറങ്ങി. നമ്മുടെ ഡ്രൈവർ എത്തി, നമ്മളങ്ങോട്ട് നടക്കുകയാണ്. നമ്മളെ നോക്കി ഡ്രൈവറെ നെയിംബോർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് വലിയ സീനുണ്ടായിരുന്നില്ല. ഈ ചുമല ഡ്രസ്സിട്ട് നിൽക്കുന്നവർ അവിടെ ട്രോളി തരാനായിട്ട് നിൽക്കുന്നവരാണ്. ഒന്ന് ട്രോളിയായിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടു തന്ന ഉടനെ അവർ ടിപ്പ് ചോദിക്കും. എനിക്കൊന്ന് UK ഒഴികെ ബാക്കി എല്ലായിടത്തും എന്നാലും ഈ ടിപ്പ് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇത് പിന്നെ അവിടുത്തെ ടാക്സി വെള്ള കളറിലെ ടാക്സിയാണ്. എല്ലാ ടാക്സിയുടെയും ബോർഡിൽ ഈജിപ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ അവിടെ നിന്ന് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഫ്ലൈറ്റിൽ ഫുഡില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ജ്യൂസും ഒരു സാൻഡ്വിച്ചും ഒക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഫുഡ് സെർവ് ചെയ്തപ്പം കൊച്ച് നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ടാക്സിയിൽ കയറിയപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കൊടുത്തു. അവൻ ടാക്സിയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാളും സിം എടുത്തു. ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയും വോഡാഫോൺ എന്ന് പറഞ്ഞ 2 കമ്പനിയാണ് കണ്ടത്. അതിനകത്ത് നമ്മൾ വോഡാഫോണാണ് ചൂസ് ചെയ്തത്. ഒരാൾക്ക് ഏകദേശം UK പൗണ്ട് 15 പൗണ്ട് വെച്ചിട്ട് ചിലവായി. കാരണം ഒരു മാസത്തെ ഡേറ്റ പ്ലാൻ അനുസരിച്ചിട്ടാണ് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്തത്. നമ്മളെന്തോ 34 GB എന്തോ ആണ് ചൂസ് ചെയ്തത് ഒരു മാസത്തേക്ക്. അന്നേരം നമുക്ക് അത്രയും ഏകദേശം ചിലവായി. എനിക്ക് മൊറോക്കോയുമായിട്ട് എനിക്ക് ചെറിയൊരു സാമ്യം തോന്നി. മൊറോക്കോ റെഡ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഏകദേശം ഒരു റെഡ് കളർ ഷെയ്ഡിലുള്ളതുകൊണ്ട്, ബ്രിക്ക് കളർ ഷെയ്ഡിലുള്ളതുകൊണ്ട് റെഡ് സിറ്റി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷേ ഈജിപ്തിലും ഏകദേശം കെട്ടിടങ്ങൾക്കെല്ലാം അതുപോലത്തെ തന്നെ ഒരു നിറമായിരുന്നു. റെഡ്, ബ്രിക്ക് റെഡ്, ആ ഒരു ടൈപ്പ് ഓഫ് കളറുകളും ഒക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഇഷ്ടംപോലെ മോസ്ക്, ഈന്തപ്പനകൾ, ഇതെല്ലാം സെയിം മൊറോക്കോ സിറ്റിയിലും ഉണ്ടായിരുന്നു. സൂര്യന് കെയ്റോ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ താമസിച്ചത് ഗിസയിലാണ്. കാരണം പിരമിഡിന് തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് നമുക്ക് രാവിലെ എണീറ്റ് കൂടുതൽ ട്രാവൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ booking.com ഈ ഒരു ഹോട്ടൽ കണ്ടപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു. കാരണം പിരമിഡിൻ്റെ വ്യൂവിലിരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൂഫ് ടോപ്പിലിരുന്ന് കഴിക്കാം എന്നുള്ള ഓപ്ഷനൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് ചൂസ് ചെയ്തത്. Come on, guys. You're going in. طلبتم فوق قلت നമ്മൾ എന്താണ് വൈകുന്നേരമാണ് എത്തിയത്. നേരെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നൈൽ ക്രൂസിന് വന്നിരിക്കുകയാണ്. ഭയങ്കര വലിയ ബോട്ടാണ്. നമ്മൾ ഇവിടെ ടർക്കിയിൽ ഇസ്താൻബുളിൽ ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര വലിയ ക്രൂസാണിത്. അവിടെ ചെയ്ത ചെറുതായിരുന്നു. ഇത് ഭയങ്കര വലിയ ബോട്ടാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞാനവിടെ മുഴുവൻ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ ഏകദേശം എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു 6 മണിയായി. സോ നമുക്ക് പിന്നെ അന്ന് ഇനിയിപ്പോൾ വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ ചൂസ് ചെയ്തത് ഒരു ഡിന്നർ ക്രൂയിസിന് പോവുക എന്നുള്ളതാണ്. കാരണം അതൊരു നല്ലൊരു റിലാക്സിങ് പരിപാടിയാണ്. നമുക്ക്
നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. സോ ഡിന്നർ ക്രൂയിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ നമ്മൾ ഡിന്നർ ക്രൂയിസ് നമ്മൾ ഇതെങ്ങനെ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ബുക്ക് ചെയ്തത് നമ്മൾ booking.com വഴിയാണ് ടർക്കിയിൽ ബുക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് അത്ര നല്ലൊരു ഡിന്നർ ക്രൂയിസ് ആയിരുന്നില്ല. പിന്നെ അന്നേരം ഇത്തവണ നമ്മളെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ booking.comലും ഫൈൻഡ് ചെയ്തു. പിന്നെ ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന മിക്ക ഹോട്ടലുകാരും ഇങ്ങനത്തെ ടൂറ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നവരായിരിക്കും. സോ നമ്മൾ ഓൾവേസ് ലിയേഴ്സ് വിത്ത് ദം. അങ്ങനെ നമ്മൾ അവരെ ആയിട്ട് ചോദിച്ച് അവർ ത്രൂ ബുക്ക് ചെയ്തതാണ് ഇത്തവണത്തെ ഈ ഡിന്നർ ക്രൂയിസ്. പക്ഷേ ഇറ്റ് വാസ് ഫാർ ബെറ്റർ ദാൻ ടർക്കി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണത്തെ ക്രൂസിൽ. ഇസ്താൻബുളിൽ വെച്ചിട്ട് നമുക്ക് ബുഫേ സിസ്റ്റം അല്ലായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് സെർവ് ചെയ്യുമായിരുന്നു. സോ കുറേ നേരം വെയിറ്റ് ഇരിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേ അവർ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കലാപരിപാടികൾ മൊത്തം തുടങ്ങിയത്. ആദ്യം കുറേ അറബിക് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പല വെറൈറ്റി രീതിയിലുള്ള കലാപരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്താൻബുളിൽ ഇത്രയും വെറൈറ്റി ഷോസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇസ്താൻബുളിൽ ക്രൂയിസിലെ ടിപ്പെന്ന് പറഞ്ഞാൽ അസഹനീയമായിരുന്നു. കാരണം ഒരു പാട്ട് പാടും, നമ്മുടെ രാജ്യം ഏതാന്ന് ചോദിക്കും, എന്നിട്ട് ഒരു പാട്ട് പാടും, എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ ടിപ്പ് കിട്ടുന്നിടം വരെ നമ്മൾ എത്ര മൈൻഡ് ചെയ്തിരുന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ അവർ പോകത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയായിരുന്നു ഇസ്താൻബുളിൽ. പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല. കൊടുത്താൽ ഓക്കെ, കൊടുത്തില്ലേൽ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ തട്ടിപ്പറിയില്ല. അതിൻ്റെ കാര്യത്തിൽ ഒത്തിരി ബെറ്ററായിരുന്നു ഈജിപ്റ്റ്. അതുപോലെ ഷോകളാണെങ്കിലും ഇഷ്ടംപോലെ വെറൈറ്റി ഷോകൾ ഉണ്ടായിരുന്നു. പാട്ടൊന്നും അധികം ഇല്ലായിരുന്നു. ഇസ്താൻബുളിലായിരുന്നെങ്കിൽ കൂടുതലും ഇങ്ങനൊരു ബാൻഡ് ഗ്രൂപ്പ് ഇരുന്ന് പാട്ട് പാടുമായിരുന്നു. കുറച്ച് ബോറിംഗ് ആയിരുന്നു അത്. പക്ഷേ ഇത് പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് വന്നുകൊണ്ട് നമുക്കൊരു ബോറടി പോലും തോന്നിയില്ല. ഇത്രയും നേരം ക്രൂസിൽ സ്പെൻഡ് ചെയ്തെന്ന് പോലും മനസ്സിലായില്ല. അത്ര നല്ല ഷോസ് ആയിരുന്നു ഇവിടെ. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല വീഡിയോ എടുക്കുന്നത്. ആശാൻ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. എന്തുദ്ദേശത്തിലാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ ഇങ്ങനത്തെ ഡിന്നർ ക്രൂയിസ് സെലക്ട് ചെയ്യുമ്പോൾ ഓൾവേസ് റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യുക. കാരണം പൈസ നോക്കിയിട്ട് സെലക്ട് ചെയ്യരുത്. അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസിനും അതിനനുസരിച്ച് വ്യത്യാസം കാണും, അതിനനുസരിച്ച് ഫുഡിനും വ്യത്യാസം കാണും. സോ ഓൾവേസ് റിവ്യൂ വായിച്ചിട്ട് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. നമുക്ക് പിന്നെ അതുപോലെ സീറ്റിംഗ് കിട്ടുന്നതും അനുസരിച്ചിരിക്കും. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇത്തവണ സീറ്റ് കിട്ടി. ഇസ്താൻബുളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങ് ഒരു കോർണറിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പരിപാടി ഒന്നും ശരിക്കും കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റും കിട്ടി. ഹൈലൈറ്റ് ഓഫ് ദ ഷോ ഒരു അടിപൊളി ബെല്ലി ഡാൻസും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ബെല്ലി ഡാൻസ് കാണുന്നത്. അങ്ങനെ ബെല്ലി ഡാൻസും കണ്ടു ഗൈസ്. പിന്നെ
ഈ കാണുന്ന ഈ ഷോയും ഒരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അപാരമാണ്. കാരണം ഇത്രയും നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം എനിക്കൊരു തവണ പോലും ഒന്നും ഇങ്ങനെ കറങ്ങാൻ പറ്റത്തില്ല, അന്നേരം തല ഇറങ്ങും. പിന്നെ പുള്ളി എത്രയും ഹെവി ആയിട്ടുള്ള ഒരു സ്കേർട്ട് അത് ഒത്തിരി നേരം കയ്യിലിങ്ങനെ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പാർട്ട് ഓഫ് ദ ഷോ ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരുന്നു. ഏറ്റവും ലാസ്റ്റിലത്തെ പെർഫോമൻസ് ആയിരുന്നു. സെയിം ബെല്ലി ഡാൻസർ തന്നെ പുള്ളിക്കാരി ഡിഫറെൻ്റ് അറ്റയറിൽ വന്നിട്ട് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്താ പറയുക, ഒരു ജോ ഡ്രൂപ്പിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ നിർത്തി എല്ലാവരും ഡാൻസ് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് ടിപ്പ് കൊടുക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഈ കാർഡേ ഉള്ളായിരുന്നു. ക്യാഷ് കൊടുക്കുന്ന ടിപ്പായിട്ട് കൊടുക്കുന്നവരുടെ എല്ലാം കൂടെ പോയി ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ക്യാഷ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതോടെ നമ്മുടെ ക്രൂയിസ് വിശേഷങ്ങൾ തീരുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നാളെ പിരമിഡ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് അന്നേരം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.